ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് ഒരുപാട് കമൻസ് വരാറുണ്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിനുള്ളതൊക്കെ കമൻസിനുള്ള മറുപടി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഏത് വിപ്പിംഗ് ക്രീമിൻ്റെ ബ്രാൻഡാണ് ഉപയോഗിക്കാറ്, അതുപോലെ തന്നെ നമുക്ക് അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാമോ, പിന്നെ മിക്സിയിൽ നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാമോ, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ബീറ്റ് ചെയ്ത ഉടനെ അത് ലൂസായി പോകും, ആദ്യം സ്റ്റിഫാവും, പിന്നെ നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ കേക്കിൽ അങ്ങനെ തന്നെ ലൂസായി പോകുന്നു, പിന്നെ എത്ര ദിവസം നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം സൂക്ഷിച്ച് വെക്കാം, എവിടെയാണ് സൂക്ഷിക്കണം, ഇങ്ങനെ ഒരുപാട് ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളൊരു വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇനി ഇതിൽ എന്തെങ്കിലും നിങ്ങളുടെ ഡൗട്ട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ സാധാരണ യൂസ് ചെയ്യാറ് 3 ബ്രാൻഡാണ്. അതായത് ഒന്ന് റിച്ചിൻ്റെ സ്റ്റാർ വിപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫിയോണ, പിന്നെ ഡിലൈറ്റ്. ഈ ഒരു 3 കമ്പനിയും നല്ലൊരു ബ്രാൻഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നന്നായിട്ട് സ്റ്റിഫ് പീക്കായിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് റിച്ചിൻ്റെ സ്റ്റാർ വിപ്പ് എന്ന ബ്രാൻഡിൽ നമ്മൾ എങ്ങനെയാണ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് ഏകദേശം എല്ലാ ക്രീമും നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടി വരിക. അപ്പോൾ ഇതിൽ മധുരം അതിൽ തന്നെ അടങ്ങിയിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഐസിങ് ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അമൂലിൻ്റെ ഒക്കെ ക്രീം എടുക്കുമ്പോൾ അതിൽ മധുരം ഇല്ലാത്ത ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഐസിങ് ഷുഗർ ആഡ് ചെയ്യണം. ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള ക്രീമിൽ ഷുഗർ ഡയറക്റ്റായിട്ട് ചേർക്കരുത്, ഐസിങ് ഷുഗർ തന്നെ ചേർക്കുക. അതായത് 1 കപ്പ് ഷുഗറും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടിയിട്ട് മിക്സിയിൽ നന്നായി പൊടിച്ചെടുത്താൽ മതി. ഇതാണ് ഐസിങ് ഷുഗർ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ബീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബൗളും അതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡും നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ വളരെ നല്ലതാണ്. അതുപോലെ ഗ്ലാസ് ബൗൾ തന്നെ എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വലിയ ഗ്ലാസ് ബൗൾ ഇല്ലെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, സ്റ്റീലിൻ്റെ ബൗൾ എടുക്കാം. അതുപോലെ തന്നെ ആ ബൗളും നന്നായി തണുപ്പിക്കുക. അതും ഇല്ലെങ്കിൽ മാത്രം പ്ലാസ്റ്റിക് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു ബൗൾ നമുക്ക് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കാൻ വിട്ടുപോയെന്നാണെങ്കിൽ നിങ്ങൾ അടിവശത്ത് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ക്രീം ബീറ്റ് ചെയ്താൽ മതി. അതായത് നമ്മൾ എടുക്കുന്ന ബൗൾ വേറൊരു ഐസ് ക്യൂബ്സ് ഉള്ള ട്രേയിലേക്ക് ഇറക്കി വെച്ചിട്ട് ബീറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ എടുക്കുന്ന ക്രീം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്, കണ്ടില്ലേ, ഇതുപോലെ ലിക്വിഡായിട്ട് വേണം എടുക്കാനായിട്ട്. കുറേ സമയം ഞാനിപ്പോൾ സാധാരണ ഫ്രീസറിലാണ് ഞാൻ ക്രീം സൂക്ഷിക്കാറ്. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൻ്റെ താഴത്തെടുത്ത് വെക്കും. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് ലിക്വിഡായിട്ട് വരും. അപ്പോൾ അതിൻ്റെ തണുപ്പ് പോയി എന്നാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം ബീറ്റ് ചെയ്യാം. പക്ഷേ ഇത് കട്ടകളോട് കൂടിയിട്ട് ഒരിക്കലും ബീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്രീം പെട്ടെന്ന് സ്റ്റിഫാവും, പക്ഷെ അത് പെട്ടെന്ന് ലൂസായി പോകും. അതുപോലെ തന്നെ എയർ ബബിൾസും കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇത് എടുത്തതിന് ശേഷം ബാക്കിയുള്ള ക്രീം നന്നായിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 1-2 മാസമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു പാക്കുമ്മൽ നമ്മുടെ ക്രീം വാങ്ങിക്കുമ്പോൾ അതിൽ 1 വർഷമൊക്കെ അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അതുവരെ നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ഓപ്പൺ ചെയ്തതിന് ശേഷം 1-2 മാസത്തിനുള്ളിൽ നമ്മളിത് ഉപയോഗിച്ച് തീർക്കണം. അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചാലാണ് ഒരു 2 മാസമൊക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടാനുള്ള ചാൻസ് ഉണ്ട്. ഒരിക്കലും ഇത് തുറന്ന് വെക്കരുത്. അതുപോലെ തന്നെ അതിൽ ഐസ് ക്രിസ്റ്റൽസൊക്കെ ഫോം ചെയ്ത് നമ്മുടെ ക്രീം ലൂസാവുകയും ചെയ്യും. അതുകൊണ്ട് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് മാത്രം ഫ്രിഡ്ജിൻ്റെ താഴത്ത് സൂക്ഷിച്ചാൽ മതി. നമുക്കിതിൽ കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല സ്റ്റിഫ് പീക്കായിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു ബീറ്ററിൻ്റെ ബ്ലേഡ് മൂവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. ആ ഒരു രീതി വരെ നമ്മളിത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. അതായത് ഓവറായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ബീറ്ററിൻ്റെ ബ്ലേഡിലൊക്കെ ഇതങ്ങനെ അങ്ങ് ഒട്ടിപ്പിടിച്ച് കിടക്കുന്നതായിട്ട് കാണാം. ഭയങ്കര കട്ടിയായിരിക്കും, നമുക്കിത് മൂവ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല സ്റ്റിഫായി കട്ടിയായി കിട്ടുന്നുണ്ടല്ലോ ക്രീമിന്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഐസിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബബിൾസ് ആ ഒരു ക്രീമിൽ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് അത് ഒഴിവാക്കുക. നമുക്ക് സ്പാച്ചുലയിലോ സ്പൂണിലോ എടുക്കുമ്പോൾ ഈ ഒരു രീതിക്ക് വന്നാൽ നമ്മുടെ ക്രീം ബീറ്റ് ആയെന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബ്ലേഡ് മുകളിലേക്ക് വലിക്കുമ്പോൾ കുറച്ച് സ്റ്റിഫ് പീക്ക്, അതായത് ഇങ്ങനെ നീളത്തിൽ മുള്ളു പോലെ വരുന്നതാണെന്നല്ലോ, അത് നമ്മൾ അങ്ങനെ തന്നെ കിടക്കണം. അതിങ്ങനെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ പീക്കായിട്ടില്ല എന്നാണ് അർത്ഥം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
ഇനി ഈ ഒരു ക്രീം നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു ഐസിങ് ബാഗിലാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കേക്ക് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഐസിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോഴും നമ്മൾ കേക്കിൻ്റെ അകത്ത് ചൂടുള്ള സമയത്ത് ഐസിങ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ശരിയാവില്ല. അപ്പോൾ ക്രീം മെൽട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചിലരൊക്കെ ചോദിക്കാറുണ്ട് മിക്സി ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാവുമെന്ന്. അപ്പോൾ ഒരിക്കലും അതൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ട്രൈ ചെയ്തിട്ട് ഇതുവരെ സക്സസ് ആയിട്ടില്ല. പിന്നെ അതുപോലെ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ വെച്ചിട്ട് മിക്സിയിൽ ചെയ്യാനായിട്ട് അത്യാവശ്യം കഴിയുന്നുണ്ട്. സ്റ്റിഫ് പീക്കൊക്കെ ആയിട്ട് വരും. പക്ഷെ വളരെ കുറച്ച് നമ്മുടെ ആ ഒരു പാക്കറ്റിൻ്റെ അളവിൽ പറഞ്ഞതിലും വളരെ കുറച്ച് മാത്രമേ നമുക്ക് പാലല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഒരു പൗഡർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ ബീറ്റർ തന്നെ ഉള്ളതാണ് വളരെ നല്ലത്. ഇപ്പോൾ ഏകദേശം എല്ലാവരും കേക്ക് ഉണ്ടാക്കി പഠിക്കുന്നവരൊക്കെയാണ്. അപ്പോൾ ഒരു ബീറ്റർ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ക്രീമിലേക്ക് കളർ ചേർക്കുമ്പോൾ എന്തുകൊണ്ടാണ് ക്രീം ലൂസായി പോകുന്നതെന്ന്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം നമ്മൾ ജെൽ ഫുഡ് കളർ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ക്രീം മെൽട്ടാവില്ല. അതുപോലെ തന്നെ അഥവാ നിങ്ങൾ ജെൽ ഫുഡ് കളർ കുറച്ച് എക്സ്പെൻസീവ് ആണ്, നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ഫുഡ് കളർ ആണെങ്കിൽ നിങ്ങൾ ഒരല്പം മാത്രം ചേർക്കുക, ഒരു ലൈറ്റുള്ള കളർ കൊടുക്കുക. അല്ലാതെ ഒരുപാട് കളർ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു ക്രീം വിപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് ലൂസാവും. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ഫുഡ് കളറൊക്കെ എടുക്കുമ്പോൾ പെർമിറ്റഡ് ഫുഡ് കളർ തന്നെ എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു കളറിൻ്റെ ടേസ്റ്റ് എന്തായാലും ഈ ഒരു ക്രീമിൽ വരും. അപ്പോൾ ജെൽ കളറാണ് ഏറ്റവും നല്ലത് നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ. വളരെ കുറച്ച് 1-2 ഡ്രോപ്പ് നമ്മളതിൽ ഉറ്റിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ കളർ വരും. അപ്പോൾ ഏകദേശം എല്ലാ ഡൗട്ടിനും ഞാൻ മറുപടി പറഞ്ഞു എന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്